ഹലോ എവരി വൺ, ഗുഡ് ഈവനിങ്, നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് 2025. അപ്പോൾ IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് 2025 സേഫസ്റ്റ് സ്കോർ, എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം, നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ടയർ 1 ക്ലിയർ ചെയ്യാനായിട്ട് എത്ര ആയിരിക്കും നിങ്ങളുടെ സേഫസ്റ്റ് സ്കോർ അറിയാം നമുക്ക് ഈ വീഡിയോയിലൂടെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് 2025 എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര് എത്രയും പെട്ടെന്ന്, ഇനി നിങ്ങൾക്ക് ടൈം ഇല്ല, ഓഗസ്റ്റ് 17 നമ്മുടെ IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് 2025 ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ്. അപ്പൊ ഇനിയും താമസിക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മാത്രമാണ്. 10ാം ക്ലാസ് യോഗ്യതയില്ല. സെൻട്രൽ ഗവൺമെന്റിൽ ഇന്റലിജൻസിൽ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ IBയിൽ, ഇന്റലിജൻസ് ബ്യൂറോയിൽ നിങ്ങൾക്ക് ഒരു ജോലി സ്വന്തമാക്കാം. അതിന് പറ്റിയ അവസരമാണ് IB SA 2025 സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് 2025. അപ്പൊ IB SA 2025 അപ്ലൈ ചെയ്തവർക്ക്, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി നമ്മുടെ AZB അക്കാഡമി IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളും ഈ കോഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ കറണ്ട് അഫെയർ സെഷൻസ് ഉണ്ട്, PYQ പ്രാക്ടീസ് ആൻഡ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. 1-to-1 മെന്റർഷിപ്പ്, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി, 1-to-1 മെന്റർഷിപ്പ് ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ എക്സാം വരെ, നമ്മുടെ എക്സാം സംബന്ധമായിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനും, നമ്മുടെ സിലബസ് സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് സപ്പോർട്ടിന് കൂടെ ഒരു മെന്റർ ഉണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണല്ലേ. അപ്പം നിങ്ങളുടെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് 1-to-1 മെന്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളോടൊപ്പം മെന്റേഴ്സ് ഉണ്ടായിരിക്കും. ടോപ്പിക് വൈസ് റിവിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മോട്ടിവേഷൻ സെഷൻസും ഉണ്ടായിരിക്കും. നമ്മുടെ എക്സ്പേർട്ട് ഹാൻഡിൽ ചെയ്യുന്ന മോട്ടിവേഷൻ സെഷൻസും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകളാണ്. അപ്പം നമ്മുടെ ഈ ഒരു കോഴ്സ് IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് 2025 കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നത്, അതിന്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 2499 നമ്മുടെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക. കോഴ്സിന് വേണ്ടി നന്നായിട്ട്, നമ്മുടെ എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് വരാൻ പോകുന്ന എക്സാമിന്റെ സേഫ് സ്കോർ എന്താണ്, സേഫസ്റ്റ് സ്കോർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ IB എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 100 മാർക്കിന്റെ എക്സാം ആണ്, 100 ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ചോദ്യത്തിനും എത്ര മാർക്കാണ്? 1 മാർക്ക് വെച്ചാണ് ഓരോ ചോദ്യത്തിനും. 1 മണിക്കൂർ 60 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ പൊതുവായുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാറ്റേൺ അത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. 100 ചോദ്യങ്ങൾ, 100 മാർക്ക്, 60 മിനിറ്റ്. അപ്പൊ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ഉണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1/4 മാർക്ക് 0.25. ഓരോ തെറ്റുത്തരത്തിനും 1/4 മാർക്ക് റെഡ്യൂസ് ആകും. അപ്പൊ നെഗറ്റീവ് ഒന്നും വരാതെ തന്നെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഇനി ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിനു മുൻപ് ഈ എക്സാം 2019 IB ലാസ്റ്റ് ടൈം SA വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2010 കട്ട് ഓഫ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 65 മുതൽ 72 മാർക്ക് വരെയായിരുന്നു ആ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത്. OBC അല്ലെങ്കിൽ EWS കാറ്റഗറിയിൽ 60 മുതൽ 68 കട്ട് ഓഫ്. SC/ST കാറ്റഗറിയിൽ 50 മുതൽ 58 ആ ഒരു കട്ട് ഓഫ് ട്രെൻഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് IB നടത്തിയ എക്സാമിന്റെ കട്ട് ഓഫ് ട്രെൻഡ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്കോർ എത്ര ആയിരിക്കണം? നമുക്ക് ഈ ഒരു എക്സാമിന്റെ ആ ഒരു ടയർ, ഫസ്റ്റ് ടയർ ക്ലിയർ ചെയ്യാനുള്ള നമ്മുടെ സേഫ് അറ്റംപ്റ്റ് എത്ര ആയിരിക്കണം? എത്ര നമ്മൾ സ്കോർ ചെയ്യണം? നമ്മുടെ എന്താണ് സേഫ് അറ്റംപ്റ്റ് വിത്ത് ആക്യുറേസി ആണ്. ആക്യുറേസി ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതിൽ പ്രയോജനമുള്ളൂ. നിങ്ങൾ 100 ക്വസ്റ്റ്യനിൽ 90 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു വിത്ത് ലോ ആക്യുറേസി ആണെങ്കിൽ ഒരു കാര്യമില്ല, നമ്മൾ ലിസ്റ്റിൽ വരില്ല. അപ്പോൾ നമുക്കറിയാവുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക.
ആക്യുറേറ്റ് ആയിട്ട് ചോദ്യങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. അപ്പൊ ജനറൽ കാറ്റഗറിയിൽ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നിങ്ങൾക്ക് അറിയാം 72 അറൗണ്ട് ആയിരുന്നു ലാസ്റ്റ് ഇയർ. അപ്പൊ നമുക്കൊരു 75 കട്ട് ഓഫ് എന്നുള്ള രീതിയിൽ പിടിക്കുക. 75 ക്വസ്റ്റ്യൻസ് 75 അറ്റംപ്റ്റ് രീതിയിൽ നോക്കുക. അപ്പോൾ OBC EWS കാറ്റഗറി ആണെങ്കിൽ ഒരു 70+ അറ്റംപ്റ്റ് നോക്കാം. SC/ST ഒരു 65 അറ്റംപ്റ്റ്, അത്രയും അറ്റംപ്റ്റ് എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തുകൊള്ളുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് എത്ര വേണം എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ജനറൽ അവയർനെസ് നിങ്ങൾക്കറിയാം 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ്. അപ്പൊ നമ്മുടെ പാറ്റേൺ എക്സാം എന്താണ് ആ ഒരു സ്ട്രക്ചർ ഏതൊക്കെ പോർഷൻസ് ആണ് എന്നുള്ളത് GK ഉണ്ട്, അതുപോലെ ജനറൽ സയൻസ്, പിന്നെ ഇംഗ്ലീഷ്, QA അല്ലെങ്കിൽ മാത്സ്, റീസണിങ്, 5 ടോപ്പിക്കുകൾ 5 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ എന്തായിരിക്കും 20 ക്വസ്റ്റ്യൻ ആണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഉള്ളത്. അപ്പൊ ജനറൽ അവയർനെസ് നോക്കുകയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതില് സ്റ്റാറ്റിക് GK പ്ലസ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ സ്റ്റാറ്റ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിൽ വരുന്ന സ്റ്റാറ്റുകൾ ഉണ്ടല്ലോ അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുക, അല്ലാതെയും ഉണ്ട്. അപ്പൊ ഇതിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ കറണ്ട് അഫയേഴ്സ്, ഇതിന് മുമ്പത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വർഷക്കണക്കിനുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കും. കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷം നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ലാസ്റ്റ് 6 മുതൽ 8 മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എസ്പെഷ്യലി 6 മുതൽ 8 മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റി ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ ഉണ്ട്. അങ്ങനെയുള്ളതിനൊക്കെ കുറച്ച് ഊന്നൽ കൂടുതൽ കൊടുക്കുക. ഡിഫൻസ് ബേസ് ചെയ്തിട്ടുള്ള, ഇന്റലിജൻസ് ഏജൻസീസ് ബേസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പൊ ഇതിന്റെ ഒരു ജനറൽ അവയർനെസ്സിന്റെ ഒരു ബെസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന ഒരു 15+ അറ്റംപ്റ്റ് നിങ്ങൾ മാക്സിമം നോക്കുക. 15 ഇല്ലെങ്കിലും ഒരു 14 എങ്കിലും ജനറൽ അവയർനെസ് സെക്ടറിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ക്വാണ്ടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, മാത്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെയും 20 ക്വസ്റ്റ്യൻ തന്നെയാണുള്ളത്. അപ്പോൾ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ് IBയുടെ ക്വാണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത്. ടൈം കൺസ്യൂം ആയിക്കോട്ടെ, പ്രശ്നമില്ല, ബട്ട് ആക്യുറേസി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ആക്യുറേസി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ബാക്കിയുള്ള ബാക്കിയുള്ള ആ ഒരു ഇപ്പോൾ GK അല്ലെങ്കിൽ ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സിനൊക്കെ കുറച്ച് സമയം കൊടുത്തിട്ട് ആ സമയം നമ്മുടെ ക്വാണ്ടിനും റീസണിങ്ങിനുമായിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് അതിന് മാക്സിമം ടൈം കൊടുത്ത് തന്നെ വിത്ത് ആക്യുറേസിയിൽ നിങ്ങളുടെ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ് എങ്കിലും ആക്യുറേറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടോപ്പിക്കുകൾ കുറച്ച് ഊന്നൽ കൊടുക്കുക. സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, DIക്ക്, അതേപോലെ നമ്പർ സിസ്റ്റം, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയ സെക്ടേഴ്സ് ആണ്. അപ്പോൾ ചോദ്യങ്ങൾ ഈ ഒരു വെയിറ്റേജ് കൂടുതലുള്ള സെക്ടറാണ്. അപ്പോൾ ഇതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇതിന്റെ ഒരു അറ്റംപ്റ്റ് 15+, അപ്പോൾ 15+ അറ്റംപ്റ്റ് എങ്കിലും 15 or 16 അറ്റംപ്റ്റ് എങ്കിലും QA സൈഡിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ അത്രയും അറ്റംപ്റ്റ് എങ്കിലും ഈ ഒരു സൈഡിൽ നിന്ന് ചെയ്യാനായിട്ട് നോക്കാൻ, അത്രയും അറ്റംപ്റ്റ് എങ്കിലും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. എപ്പോഴും നമ്മളത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ലോജിക്കൽ റീസണിങ്ങിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ എല്ലാ ഒരു ടോപ്പിക്കലിലെ സബ്ജക്റ്റിനെയും കവർ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ റീസണിങ് സെക്ഷനാണ്. ഒരു ഈസി ടു മോഡറേറ്റ് ലെവലായിരിക്കും നമ്മുടെ അതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് എന്നൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ബ്ലഡ് റിലേഷൻ, പസിൽസ്, സിറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അനലോജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു പോർഷൻസ് ഈ കോഡിംഗ് ഡീകോഡിങ്ങിനൊക്കെ നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിലൊരു ബെസ്റ്റ് അറ്റംപ്റ്റ് 16 അല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു മാക്സിമം പറ്റുമെങ്കിൽ 17 to 18 എങ്കിലും ഈ ഒരു ലോജിക്കൽ റീസണിങ് സൈഡിൽ നിന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട്, ഇപ്പോൾ 17 മാർക്കെങ്കിലും 17 ക്വസ്റ്റ്യൻ എങ്കിലും അത് നല്ല രീതിയിൽ വിത്ത് ആക്യുറേസിയിൽ അത് അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇംഗ്ലീഷിന് ഇപ്പോൾ ഇംഗ്ലീഷും റീസണിങ്ങും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടാലി ചെയ്യാം. അപ്പോൾ ഒരു സ്ട്രോങ് സൈഡ്, ഇപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ വീക്ക് ആണെങ്കിൽ ആ ഒരു വീക്ക്നെസ് നിങ്ങൾ റീസണിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ഇപ്പോൾ ഇംഗ്ലീഷ് വീക്ക് ആണ് എന്നുള്ളൊരു റീസണിങ്ങും QAക്കും ആ ഒരു വീക്ക്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് റീസണിങ് ആ ഇംഗ്ലീഷ് സെക്ടറിൽ മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യും. അപ്പോൾ അതിലൊരു 17+ അല്ലെങ്കിൽ ഒരു 16 എങ്കിലും അതിൻ്റെ അറ്റംപ്റ്റ് കിട്ടാനായിട്ട് ശ്രമിക്കുക. ഗ്രാമർ, RC റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് മാക്സിമം പേപ്പറൊക്കെ ഇപ്പോഴേ ആ റെഗുലർ സ്റ്റെപ്പിൽ തന്നെ പേപ്പറൊക്കെ എഡിറ്റോറിയലൊക്കെ വായിച്ചു പോവുക. ആ ഒരു കോൺസെപ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇപ്പോഴേ അത് ട്രൈ ചെയ്തു പോവുക. അപ്പോൾ സിനോണിം, ആന്റണിം, ക്ലോസ് ടെസ്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒരു 16 അറ്റംപ്റ്റ് എങ്കിലും ഇംഗ്ലീഷ് സൈഡിൽ നിന്നും നോക്കുക. ദെൻ ജനറൽ സ്റ്റഡീസ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും.
മോർ ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി എന്നെല്ലാം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു 13+ അറ്റംപ്റ്റ് എങ്കിലും ജനറൽ സയൻസ് സ്റ്റഡി ആ ഒരു സെക്ടറിൽ നിന്ന് എന്താണ് ശ്രദ്ധിക്കുക. അത്രയും അറ്റംപ്റ്റ് എങ്കിലും അതിൽ നിന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സെക്ഷനാണ് നമ്മൾ പറഞ്ഞത്? ജനറൽ അവയർനെസ്സിൽ നമ്മളൊരു 14 അറ്റംപ്റ്റ് പറഞ്ഞു, ജനറൽ അവയർനെസ്സിൽ നിന്ന് 16 പറഞ്ഞു. ദെൻ ക്യു എ സൈഡിൽ നമുക്കൊരു 16, ആ ഒരു റേഞ്ച് 15-16 ക്യു എ സൈഡിൽ നിന്നും. ലോജിക്കൽ റീസണിങ് നമുക്ക് 17 അറ്റംപ്റ്റ് നോക്കാം. ഇംഗ്ലീഷിൽ നിന്നും ഒരു 16 വേണ്ട, ഇംഗ്ലീഷിൽ നിന്നൊരു 15 അത്രയുമെങ്കിലും ഇംഗ്ലീഷ് സൈഡിൽ നിന്ന് എടുക്കുക. ജനറൽ സ്റ്റഡീസ് ഒരു 13 അറ്റംപ്റ്റ് നോക്കാം. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയേ 13, 17, 30, 16, 14, 30, 60, അപ്പൊ 75 മാർക്ക്. നമ്മൾ ഈ ഒരു രീതിയിൽ കവർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു 75 മാർക്കിന്റെ ആ ഒരു ലെവൽ വിത്ത് ആക്യുറേസിയാണ്. വിത്ത് ആക്യുറേസിയിൽ 75 അറ്റൻഡ് ചെയ്യാനുള്ള ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ നമുക്ക് റീസണിങ് കുറച്ചും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് കുറച്ചും കൂടെ അറ്റൻഡ് ചെയ്യാൻ. നമ്മളൊരു ജസ്റ്റ് ആവറേജ് ആണ് നോക്കിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെ പോലെ നിങ്ങൾക്ക് ഒരു 73 to 77 എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം വിത്ത് ആക്യുറേസി ഉണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾ ഉറപ്പിച്ചു നിങ്ങൾ എന്തായാലും ടയർ 1 ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. നെഗറ്റീവ് ഉണ്ട്, സോ ഗസ് ചെയ്യാൻ നിൽക്കണ്ട. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ, എസ്പെഷ്യലി ജനറൽ അവയർനെസ് ആൻഡ് GK ജനറൽ സ്റ്റഡി സെഷനിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കുത്താൻ പോകാവൂ. സോ ഗസ് വർക്ക് നടത്തരുത്. മാക്സിമം ആക്യുറേസിയിൽ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. മാക്സിമം കറക്റ്റ് ആൻസർ ജനറൽ അവയർനെസ്സും ജനറൽ സയൻസ് സ്റ്റഡീസിലും മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് റീസണിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാക്കാതെ മാക്സിമം റീസണിങ് സ്കോർ ചെയ്യാൻ, ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. റീസണിങ് സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്യുക, കാരണം നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും അല്ലേ. അപ്പോൾ എന്താണ്, നന്നായിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും ഈ വർഷം തന്നെ നിങ്ങൾക്ക് എന്താണ് IBയിൽ ജോലിക്കായിട്ട് കയറാൻ പറ്റും. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ബെസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കൊടുക്കുക. ഒരുപാട് കറക്റ്റ് എന്നല്ല, വിത്ത് ആക്യുറേസിയിൽ കൊടുക്കുക. കറണ്ട് അഫയേഴ്സിന് ഡെയിലി നല്ല രീതിയിൽ ടൈം അലോക്കേറ്റ് ചെയ്തു പോവുക. അപ്പൊ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ IB സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ ടയർ 1 നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ക്ലിയർ ചെയ്യണം. ആ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. ഉറപ്പായിട്ടും ഈ വർഷം അതിന്റെ ഫസ്റ്റ് ടയർ ക്ലിയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ടയറും ക്ലിയർ ചെയ്ത് നിങ്ങൾ ജോലിയിൽ കയറട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്